റെനർജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സോളാറിൽ ഏകദേശം 13 വർഷം കഴിഞ്ഞു. നമ്മൾ 2011 സോളാറിലോട്ട് വരുന്നത്. പിന്നെ 99 തൊട്ട് നമ്മൾ ബിസിനസ് മേഖലയിലുണ്ടെങ്കിലും 2011 തൊട്ട് സോളാറിൽ വരികയും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ലീഡിംഗ് ആയിട്ടുള്ളൊരു സോളാർ EPC ആണ്. നബിലിനും അല്ലെങ്കിൽ സജിനും കുറച്ച് സ്പേസ് അവൈലബിൾ ആണ്. ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ശ്രീ റോയ് തന്നെ അതിൻ്റെ ഫ്രാഞ്ചൈസി അധികം താമസിയാതെ തിരുവനന്തപുരം ജില്ലയിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനും കൂടെ ആകുമ്പോൾ ഇത് പൂർണ്ണമാണ്. സബ്സിഡി കൊടുക്കാനുള്ള കാരണം ഇതിനെക്കുറിച്ച് ഇപ്പോൾ സമൂഹത്തിന് നോളജ് ഇല്ല. നോളജ് ഉണ്ടാവുകയും ഇതിന്റെ പ്രയോജനം ത്തെക്കുറിച്ച് വിശാലമായി അറിയുന്നൊരു സാഹചര്യം വരുമ്പോൾ പിന്നെ സബ്സിഡിയുടെ ആവശ്യമില്ല. ഇപ്പം അറിയാത്തത് കൊണ്ട് ആളുകൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനും ഈ വിഷയത്തിൽ കൂടുതൽ നോളജ് ഉണ്ടാകാനും ഇതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ സബ്സിഡി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഈ സോളാർ പോലെയുള്ള സംവിധാനങ്ങൾ ഈ പ്രദേശത്തൊക്കെ വന്നാൽ മാത്രമേ ആൾക്കാർക്ക് നല്ല രീതിയിൽ നമുക്ക് വെളിച്ചവും നല്ല ജീവിതവും നയിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഈ ഫ്രാഞ്ചൈസി എടുക്കാനുള്ള മെയിനായിട്ട് കാരണം എൻ്റെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്, റെനർജിയില. ഒരു വർഷമായി. അപ്പോൾ അവർ പറഞ്ഞ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ 20-22 കിട്ടുമെന്നാണ്. 5 കിലോ വാട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് കിട്ടുന്നത് 28, 26, 30 വരെ പോയിട്ടുണ്ട് ലാസ്റ്റ്. അതെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കൂടുതലാണ് കിട്ടുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഏരിയയിൽ അതൊന്ന് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നേറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവരെ ഫ്രാഞ്ചൈസിയിൽ എടുക്കാനുള്ള തീരുമാനം എടുത്തത്.